ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇടവകയിൽ 10 പേരെ ഉറപ്പാക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ, അവിടെ മാത്രമല്ല, വാസ്തവത്തിൽ ലോകത്തെല്ലായിടത്തും വേണ്ടതാണ്. പക്ഷെ ഇപ്പം സവിശേഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞങ്ങൾ സാധാരണ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? സഭയുടെ കൂടെ നിൽക്കുന്നവർ, കത്തോലിക്ക സഭയുടെ കൂടെ, സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ കൂടെ നിൽക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും പലരും ചോദിക്കുന്നുണ്ട്. ചിലർ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ അവരുടെ നേതാക്കന്മാർ കൊടുക്കുന്നുണ്ടാകും. ഇതൊന്നുമില്ലാതെ, സംഘടനകളിലൊന്നും പെടാതെ സാധാരണ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന, കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അവർ എന്ത് ചെയ്യണം? അതിന് ഞാൻ വേദപുസ്തകത്തിൽ അടിസ്ഥാനമിട്ട ഒരു മറുപടി നൽകുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവരിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരായ വിശ്വാസികളാണ്. അവർക്ക് ഒരു മാർഗനിർദ്ദേശം ഈ വേദപുസ്തകം തരും എന്ന പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം 16 മുതലുള്ള ഒരു രംഗമാണ്. 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. വളരെ മനോഹരമായ ഒരു രംഗമാണിത്. നമുക്ക് ആ രംഗം കേൾക്കാം. ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. പിന്നെ ഞാൻ അതിലത്തെ ഏതാനും ചില വാക്കുകൾ വ്യാഖ്യാനിക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ എൻ്റെ നിലപാട്, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു നിലപാട് ഞാൻ അറിയിക്കാം. ഉൽപ്പത്തി 18-16 മുതൽ. അനന്തരം ആ 3 പേർ അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ സോദോമിന് നേർക്ക് ദൃഷ്ടി തിരിച്ചു. അവരെ യാത്രയാക്കാൻ അബ്രഹാം അവരോട് കൂടെ പോയി. യാഹ്വേ ആലോചിച്ചു, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രഹാമിൽ നിന്നും മറച്ചു വെക്കണമോ? അബ്രഹാം വലിയതും ശക്തവുമായ ജനതയായി തീരുമെന്നും അവനിൽ ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നും അവനെ അറിയിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇത് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. യാഹ്വേ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം നിറവേറത്തക്കവണ്ണം അബ്രഹാം അവൻ്റെ സന്തതികളോടും അവന് ശേഷമുള്ള തലമുറയിലെ കുടുംബാംഗങ്ങളോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യാഹ്വയുടെ വഴിയിൽ നടക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അനന്തരം കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. അവരുടെ പാപം അതികഠിനവുമാകുന്നു. എൻ്റെ അടുക്കലെത്തിയിട്ടുള്ള നിലവിളി പോലെ അവർ തികച്ചും പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. ആ മനുഷ്യർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിന് നേരെ നടന്നു. എന്നാൽ അബ്രഹാം അപ്പോഴും യാഹ്വയുടെ മുമ്പിൽ തന്നെ നിന്നു. അബ്രഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടനോടൊപ്പം നീതിമാനെയും അങ്ങ് നശിപ്പിക്കുമോ? ഒരുപക്ഷെ ആ നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിലോ? അങ്ങ് ആ നഗരം സമൂലം നശിപ്പിച്ച് കളയുമോ? അതിലുള്ള 50 നീതിമാന്മാരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ? ദുഷ്ടനോടൊപ്പം നീതിമാനെയും സംഹരിക്കുക, അത് അങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്റെ ഗതി തന്നെ നീതിമാനും ആകാതിരിക്കട്ടെ. ഭൂമി മുഴുവനും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? യാഹ്വേ അരുളി ചെയ്തു, ഞാൻ സോദോമിൽ നഗരത്തിനുള്ളിൽ 50 നീതിമാന്മാരെ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. അപ്പോൾ അബ്രഹാം വീണ്ടും പറഞ്ഞു, നോക്കൂ, കേവലം പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. ഒരു വേള 50 നീതിമാന്മാരിൽ 5 പേർ കുറഞ്ഞു പോയാലോ? 5 പേർ കുറഞ്ഞതുകൊണ്ട് അങ്ങ് ആ നഗരം മുഴുവൻ നശിപ്പിക്കുമോ? അവിടുന്ന് പറഞ്ഞു, ഇല്ല. ഞാൻ അവിടെ 45 പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല. അവൻ പിന്നെയും അവിടുത്തോട് ചോദിച്ചു, 40 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അവനോട് പറഞ്ഞു, അവിടെ ആ 40 പേരെ പ്രതി ഞാൻ അത് ചെയ്യില്ല. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പിന്നെയും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവിന് ഇഷ്ടക്കേട് ഉണ്ടാകരുതേ. ഒരു പക്ഷേ 30 പേരെ അവിടെ ഉള്ളുവെങ്കിലോ? മറുപടിയായി അവിടെ അരുളി ചെയ്തു, അവിടെ 30 പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാൻ ആ നഗരത്തെ നശിപ്പിക്കുകയില്ല. വിടാൻ ഭാവമില്ലാതെ അബ്രഹാം പറഞ്ഞു, ദേ, പിന്നെയും കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ. അവിടെ 20 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 20 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല.
അബ്രഹാം പറഞ്ഞു, കർത്താവേ, ദയവായി കോപിക്കരുതേ, ഒരൊറ്റ തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ, 10 പേരെ അവിടെയുള്ളുവെങ്കിലോ? ദൈവം മരളി ചെയ്തു, ഇല്ല, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അബ്രഹാമിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യാഹ്വേ തൻ്റെ വഴിയിൽ പോയി. അബ്രഹാം സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ്മേറ്റായ ഒരു വൈദികനുമായി സംസാരിച്ചു. അപ്പം അദ്ദേഹം ഒരു തമാശയായിട്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ പരിചയക്കാരോടൊക്കെ എറണാകുളം അങ്കമാലിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അത് സ്വതം ഗോമാറ പോലെ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ലോത്തിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതുപോലെ ഞാൻ അവരോട് പറയുകയാണ് എന്നൊക്കെ അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞതാണ്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ദൈവനിന്ദ, കുർബാനയോടുള്ള അവഹേളനം, അക്രമം, അതിക്രമം, എന്നിട്ട് അവരെയൊക്കെ സംരക്ഷിക്കുന്ന സഭാ നേതൃത്വത്തിലെ മെത്രാന്മാർ. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾക്കെല്ലാം വലിയ സങ്കടമുണ്ട്. വൈദികർക്ക് സങ്കടമുണ്ട്, അൽമായർക്ക് സങ്കടമുണ്ട്, കന്യാസ്ത്രീകൾക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇതൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത വിധം അവരെല്ലാം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അതേക്കുറിച്ചൊക്കെ നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലോത്തിനോട് പറഞ്ഞതുപോലെ ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യം, അത് ഞാൻ ഈ ടോക്കിൻ്റെ അവസാനം പറയാം. ഇവിടെ നമുക്കൊരു 3-4 കാര്യങ്ങൾ ആദ്യം ഒന്ന് പെട്ടെന്ന് ചർച്ച ചെയ്യാം. ദൈവം ഇങ്ങനെ ദൈവത്തോട് തന്നെ ചോദിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രഹാമിൽ നിന്ന് മറച്ചു വെക്കണോ? ഞാൻ അവനോട് എല്ലാ കാര്യങ്ങൾക്കും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതും കൂടി വെളിപ്പെടുത്താതിരിക്കുന്നത് ശരിയാണോ? എൻ്റെ ദാസനായ അബ്രഹാമിൽ നിന്ന് മറച്ചു വെക്കണമോ എന്നാണ് സെപ്തുജിന്തിലും പിശയത്തിലും കാണുന്നത്. പക്ഷേ ദാസൻ എന്ന വാക്ക് ഹീബ്രു മൂലത്തിലില്ല. ദൈവം സ്നേഹിതനോടെന്ന പോലെ അബ്രഹാമിനോട് പെരുമാറുകയാണ്. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നതും വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ്. അതായത് നമ്മൾ കണ്ടായിരുന്നു, അങ്ങനെ ദൈവത്തിന് മുമ്പിൽ നിന്നാണ് അബ്രഹാം, നീ പോകാൻ വരട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ദൈവത്തിൻ്റെ യാഹ്വയുടെ മുമ്പിൽ നിന്നാണ് പറയണേ. അതായത് സ്വാതന്ത്ര്യമെടുക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ തടഞ്ഞു നിർത്തി സംസാരിക്കാനായിട്ട് അബ്രഹാം സ്വാതന്ത്ര്യമെടുക്കുകയാണ്. ദൈവവും അബ്രഹാം സംസാരിക്കുന്നത് ഈ സ്നേഹിതന്മാരോടെന്ന പോലെയാണ്. നമ്മൾ പെട്ടെന്ന് തോന്നിപ്പോകുക, ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അടുത്ത സൗഹൃദത്തിൻ്റെ ആ ഭാഷ, അടുത്ത സൗഹൃദത്തിൻ്റെ ആ അന്തരീക്ഷം തിരിച്ചെത്തിയോ എന്നാണ് നമ്മൾ പെട്ടെന്ന് സംശയിച്ചു പോകുക. ഈ വിശ്വാസത്തിൻ്റെ മനുഷ്യർക്ക് ദൈവമായി ഉണ്ടാകുന്ന അടുപ്പം, വിശ്വാസത്തിൻ്റെ മനുഷ്യർക്ക് ദൈവമായിട്ടുള്ള ആരടുപ്പം എന്ന് പറയില്ലേ, സ്നേഹത്തിൻ്റെ ആരടുപ്പം, അതാണ് അബ്രഹാമിൻ്റെ കഥയിൽ കാണുന്ന ഒരു കാര്യം. നമ്മൾ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം അതാണ്. അതായത് ലോകത്ത് മുഴുവൻ അബ്രഹാമിൻ്റെ നെഫ്യൂ താമസിക്കുന്ന ആ പ്രദേശത്ത് മുഴുവൻ പാപമാണ്. ആ പാപത്തെക്കുറിച്ച് ഞാൻ പറയാം, എന്തൊക്കെ പാപങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാം. എങ്കിലും നമുക്ക് കർത്താവായ ദൈവമായിട്ട് ഒരു നല്ല ഒരു ആരടുപ്പം, സ്നേഹത്തിൻ്റെ അടുപ്പം നമുക്കുണ്ടാകണം, സത്യവിശ്വാസികൾക്കുണ്ടാകണം. നമ്മൾ തിന്മയെല്ലാം കണ്ടിട്ട് കർത്താവിൽ വിശ്വസിക്കാതിരിക്കരുത്. ഈ തിന്മയുടെ അന്തരീക്ഷത്തിലും കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ള വെല്ലുവിളിയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മക്കളോടും പറയണം. യുവാക്കൾ ഈ സഭയിൽ അടി കാണുമ്പോൾ യുവാക്കളെല്ലാം സഭ വിട്ടുപോകുന്നു എന്നൊക്കെ പലരും പരാതി പറയാറുണ്ട്. എനിക്ക് അതിനോട് അത്രയാണ് യോജിപ്പില്ല. അങ്ങനെ വിട്ടുപോകുന്നതാണെങ്കിൽ അവർ കർത്താവിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭയിലെ പ്രശ്നങ്ങൾ കണ്ട് വിട്ടുപോകുന്നെങ്കിൽ അവർ കർത്താവിൽ വിശ്വസിക്കുന്നില്ല. അത് പോയിക്കോട്ടെ. കാരണം ഇത്തരം പ്രശ്നങ്ങൾ തുടക്കം മുതലേ ഉണ്ട്, കർത്താവിൻ്റെ കാലം തൊട്ടുണ്ട്. അല്ലാണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ പ്രശ്നമൊന്നുമല്ല, കർത്താവിൻ്റെ കാലം തൊട്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ സഭയിലുണ്ട്. കാരണം മനുഷ്യരാണ്, പാപികളായ മനുഷ്യരുടെ മേലെയാണ് കർത്താവ് സഭ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇതെല്ലാവരും പരിശുദ്ധരായിരിക്കുമെന്ന് കണക്കാക്കിയിട്ടാണോ? കർത്താവ് എല്ലാ മനുഷ്യരും പരിശുദ്ധരായതുകൊണ്ടല്ല പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയണേ. മറിച്ച് ഈ പാപികളായ മനുഷ്യരുണ്ടായിട്ടും അവരുടെ കൂടെ താമസിക്കാൻ ആ സഭയിൽ കൗതാചികമായി സന്നിഹിതനാകാൻ ദൈവം തീരുമാനിച്ചു എന്നതിലാണ് പരിശുദ്ധീകരിക്കണേ. കർത്താവിൻ്റെ സാന്നിധ്യമാണ് സഭയെ പരിശുദ്ധമാക്കുന്നത്, അല്ലാണ്ട് എല്ലാ മനുഷ്യരും പരിശുദ്ധരായതുകൊണ്ടല്ല. അപ്പോൾ ഇക്കാര്യം നിങ്ങൾ പറയണം. അതായത് ചുറ്റും പാപങ്ങൾ കാണുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞില്ല, പാപങ്ങളുടെ ആധിക്യമാണ് സ്വതം കോമാറാം. ഈ തീയും ഗന്ധവും അയച്ച് ദൈവം നശിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം പാപം അവിടെ ഉണ്ടാകണം. അത്തരം പാപമൊന്നും ഒരു പക്ഷേ എറണാകുളത്ത് ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കണം, അറിഞ്ഞുകൂടാ. അപ്പോൾ പാപങ്ങൾ കാണുമ്പോൾ കർത്താവിൽ ഇടർച്ച തോന്നാനോ സഭയിൽ ഇടർച്ച തോന്നാനോ പാടില്ല. അങ്ങനെ വന്നാൽ അതിനർത്ഥം കർത്താവിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. 2, യാഹ്വയുടെ വഴിയിൽ എന്നൊരു വാചകം നമ്മൾ കണ്ടു. യാഹ്വയുടെ വഴിയിൽ,
മനുഷ്യ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വാഭാവിക നിയമങ്ങളുടെ, നമ്മൾ മനസാക്ഷി എന്ന് പറയും, സ്വാഭാവിക നിയമങ്ങളുടെ മന്ത്രണങ്ങൾക്കനുസരിച്ച്, മനസാക്ഷിയുടെ മന്ത്രണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് യാഹ്വയുടെ വഴിയിൽ നടക്കുക എന്ന് പറയാം. ഉൽപ്പത്തി 26:5, റോമാലേഖനം 2:13-15 വരെ. ഈ നീതിയുടെയും ധർമ്മിഷ്ഠതയുടെയും വഴിയായി പൂർവ്വപിതാക്കൾ മനസ്സിലാക്കിയത് മനസാക്ഷിയുടെ വഴിയാണ്. നീതിയുടെയും ധർമ്മിഷ്ഠതയുടെയും വഴിയായി പൂർവ്വപിതാക്കൾ മനസ്സിലാക്കിയത് മനസാക്ഷിയുടെ വഴിയാണ്. പിന്നീടാണ് നിയമവും കൽപ്പനയൊക്കെ നൽകപ്പെട്ടത്. അപ്പോൾ നീതിയുടെയും ധർമ്മിഷ്ഠതയുടെയും വഴിയാണ് യാഹ്വയുടെ വഴി. ഇത് വളരെ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. ഇപ്പം നമ്മൾ സഭയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ഈ നീതിയുടെയും ധർമ്മിഷ്ഠതയുടെയും വഴിയെ മെത്രാന്മാർ തന്നെ പിഴച്ചതാക്കി. അതായത് നീതി അവിടെ ഇല്ല, ധർമ്മിഷ്ഠത അവിടെ ഇല്ല. സഭാകോടതി കുറ്റക്കാരനെന്ന് കണ്ട ആളെ സംരക്ഷിക്കുകയും കുറ്റക്കാരനെ എന്ന് കണ്ട ആളെ പ്രൊമോട്ട് ചെയ്യുകയും കൂദാശ വിലക്കുള്ളവർക്ക് കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള അതിൻ്റെ ആ വിചാരണയോ പ്രക്രിയയോ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ കൊടുക്കുക. അതായത് സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന 2 മെത്രാന്മാർ തന്നെ ധാർമ്മികതയോ നീതിയോ ഇല്ലാത്തവരായി. അവരങ്ങനെ ഉണ്ടാകുന്ന വിചാരിച്ച് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. അവർക്കുള്ള ദൈവശിക്ഷ ദൈവം കൊടുക്കട്ടെ. നമ്മൾ അവരെ ശിക്ഷിക്കാനൊന്നും പ്രാർത്ഥിക്കേണ്ട. നമുക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ തന്നെ പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ രീതിയാണ്. ഇന്നത്തെ ആ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാം. ദൈവം എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ചർച്ച ചെയ്യാം. അത് പുതിയ നിയമത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിന് ആ നീതിയെ കാരുണ്യമായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്തത്. മനസ്സിലായോ? നീതിയെ കാരുണ്യമായിട്ട് രൂപാന്തരപ്പെടുത്തുക ചെയ്തേ, നീതിയെ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ യാഹ്വയുടെ വഴിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നീതിയുടെയും ധാർമ്മികതയുടെയും വഴിയിൽ നടക്കുന്നതാണ്. നീതിയുടെയും ധാർമ്മികതയുടെയും വഴിയിൽ, അതാണ് യാഹ്വയുടെ വഴി. മനസാക്ഷിയുടെ വഴി എന്ന് പറഞ്ഞാൽ മനസാക്ഷി വചനം കൊണ്ട് രൂപവൽകൃതമായിരിക്കണം. ഈ പണ്ട് ബീഹാറിലൊക്കെ ഹെഡ് ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഒരു ഗോത്രത്തിൽപ്പെട്ട 5 പേരെ കൊന്നാൽ മറ്റേ ഗോത്രത്തിൽപ്പെട്ട 10 പേരെ കൊല്ലണം. ഇതാണ് ഹെഡ് ഹണ്ടിങ് എന്ന് പറയണേ. ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ട്. ഈ പാടത്ത് പണി വരമ്പത്ത് കൂലി അല്ലേ, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതല്ലേ. അതൊക്കെ അവരുടെ മനസാക്ഷി രൂപവൽക്കരിക്കപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും ഈ പ്രാചീന മനുഷ്യർക്ക് പോലും മനസാക്ഷിയുണ്ട്. അത്ര പോലും ഇല്ല. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ അന്ധമായി പോകുകയാണ്. ചിലർ മതത്തിൻ്റെ പേരിൽ അന്ധമായി പോകുന്നു. അവരെ മതവിശ്വാസികളെന്ന് വിളിക്കാൻ പോലും പറ്റില്ല. അവർക്കതൊന്നും ചേരില്ല. ആ വാചകങ്ങൾ അതെല്ലാം വേറെ വല്ല അജണ്ടകളുമായിട്ട് നടക്കുന്നവരാണ്, പൊളിറ്റിക്കൽ അജണ്ടകളുമായി നടക്കുന്നവരാണ്. അപ്പോൾ യാഹ്വയുടെ വഴിയിൽ നടക്കെന്ന് പറഞ്ഞാൽ വചനം കൊണ്ട് രൂപവൽക്കരിക്കപ്പെട്ട നീതിയുടെയും ധാർമ്മികതയുടെയും വഴിയിൽ നടക്കുക എന്നാണ്. അത് ഈ നീതിയും ധാർമ്മികതയും നമ്മുടെ സീറോ മലബാർ സഭയിലെ പല മെത്രാന്മാർക്കും ഇല്ലാതെ പോയിരിക്കുന്നു. നമ്മിലും പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ നേതൃത്വത്തിൽ അത് വന്നു കഴിയുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളാണ് സഭയ്ക്കുണ്ടാക്കുന്നത്. ഈ നഗരത്തിൽ നടമാടുന്ന അനീതിയുടെയും അക്രമത്തിൻ്റെയും ലൈംഗിക അരാജകത്വത്തിൻ്റെയും ഇരകള് ദൈവത്തെ വിളിച്ച് കരയുന്നു. ദൈവത്തെ വിളിച്ച് കരയാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൽപ്പത്തി 18:20 പറയാണ്, ജനം എന്നെ വിളിച്ച് കരയുന്നു. അപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനീതിയുടെയും അക്രമത്തിൻ്റെയും ലൈംഗിക അരാജകത്വത്തിൻ്റെയും ഇരകള് ദൈവത്തെ വിളിച്ച് കരയുന്നു. ദൈവം അവർക്ക് വേണ്ടി ഇടപെടണ്ടേ? അല്ലെങ്കിൽ ദൈവം നീതിമാനല്ലെന്ന് വരില്ലേ? അപ്പോൾ ദൈവം പറയാണ്, ഞാൻ അവിടെ വരെ ഒന്ന് പോകുകയാണ്. എവിടെ? ഈ സോദം ഗോമോറ വരെ ഒന്ന് പോകുകയാണ്. ഞാൻ അവിടം വരെ ഇറങ്ങിച്ചെല്ലട്ടെ എന്നാണ് ആക്ഷരികം. ഞാൻ സോദം ഗോമോറ വരെ ഇറങ്ങിച്ചെല്ലട്ടെ. ദൈവത്തെ മാനുഷിക രൂപത്തിലും ഭാവത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. സോദം ഗോമോറ പട്ടണങ്ങളെ പാടെ നശിപ്പിക്കുന്നതിന് മുൻപ് അവർക്കതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണോ എന്നറിയാൻ നേരിട്ട് പരിശോധന നടത്താൻ ദൈവം തീരുമാനിക്കുന്നു. ദൈവം ഓൺ ദ സ്പോട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഈ ആഭിചാര കുർബാന അർപ്പിച്ച, ഉദയംപേര് പള്ളിയിൽ കുർബാനയെ അവഹേളിച്ച അവിടെയെല്ലാം ദൈവം നേരിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. ഒന്നും ആകസ്മികമായി സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം ഓരോന്നും പരിശോധിച്ചിട്ടാണ് തൻ്റെ ഭരണം നിർവഹിക്കുന്നത്. അത് ചില ആലങ്കാരികമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവം ഇടപെടാൻ അമാന്തിക്കുന്നു, റോം ഇടപെടാൻ അമാന്തിക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നിരവധി കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ദൈവവും അതുപോലെ വത്തിക്കാനൊക്കെ ഇടപെടുക. അപ്പം നമ്മൾ ആ ദൈവത്തിൻ്റെ ക്ഷമ നമുക്കും ഉണ്ടാകണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞു സോദോം ഗോമോറയുടെ പാപം സാധാരണഗതിയിൽ പറഞ്ഞത് സ്വവർഗഭോഗം.
അതാണ് ആദ്യത്തെ ഇതിൽ പറയാം. അതിൽ നിന്നാണ് സോതോമി എന്ന പാപം തന്നെ. അതായത് സോതോമി എന്ന പാപം എന്ന് വെച്ചാൽ സ്വവർഗഭോഗം. ആ പാപമാണെന്നാണ് നമ്മൾ ആദ്യ വായനകൾക്ക് പെട്ടെന്ന് തോന്നുക. ഈ വന്ന ഗസ്റ്റിനെ പോലും, അതായത് ആ നഗരത്തിലെത്തിയ അതിഥികളെ പോലും വിട്ടുകൊടുക്കണം, ഈ പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്വവർഗഭോഗത്തിൻ്റെ ഒരു അതിര് കടന്ന എന്താ പറയുക വ്യാപനം, അതാണ് ഈ നഗരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതിഥികളായി വരുന്നവരുമായിട്ട് പോലും പ്രകൃതി വിരുദ്ധ പാപം. അവിടെ നഗരത്തിലുള്ളവർ മാത്രം പോരാ, അതിഥികളുമായിട്ട് പോലും. പക്ഷേ ഈ സൊദോം ഗൊമോറ സംഭവത്തെക്കുറിച്ച് പിന്നീട് പലപ്പോഴും പല പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഈ സ്വവർഗഭോഗം അത് പ്രകൃതി വിരുദ്ധ പാപം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം യെശയ്യാ 1:9-17, 3:9 പറയുന്നത് അവിടെ സാമൂഹ്യ നീതി ഇല്ലായിരുന്നതാണ്. സാമൂഹ്യ നീതി ഇല്ലായിരുന്നു. യഹസ്കേല് 16:46-50 പറയുന്നത് ദരിദ്രരോടുള്ള അവഗണന വല്ലാതെ അവിടെ മൂത്തിരുന്നു. ദരിദ്രരെ പാടെ അവഗണിക്കുക. ഇപ്പം നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാവപ്പെട്ട വിശ്വാസികളെ അങ്ങ് അവഗണിക്കുക, അവർക്ക് അവകാശപ്പെട്ട സഭയുടെ കുർബാന നിരാകരിക്കുക, പാടെ നിരാകരിക്കുക. ഞങ്ങൾക്ക് പണമുണ്ട്, അധികാരമുണ്ടെന്നുള്ള ആ ഹുങ്ക്, ആ ധാർഷ്ട്യം മൂലം ദരിദ്രരെ, പാവപ്പെട്ടവരെ, അതായത് ഇങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റാത്തവരെ അവഗണിക്കുക, അവരെ പീഡിപ്പിക്കുക. പിന്നെ ജെറമിയ 23:14 പറയാണ് സദാചാരമില്ല. നമുക്കതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്വവർഗരതി അല്ലെങ്കിൽ സ്വവർഗഭോഗം മാത്രമല്ല അവിടുത്തെ പ്രശ്നം. എറണാകുളം അങ്കമാലിയിലും പ്രശ്നം അത് മാത്രമല്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് സോതോമിന് വേണ്ടി അബ്രഹാം മധ്യസ്ഥം വഹിക്കുന്നത്. എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അബ്രഹാം മധ്യസ്ഥം വഹിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നോക്കൂ, പൊടിയും ചാരവുമായി സംസാരിക്കാൻ മുതിർന്നല്ലോ, ഇനി ഒറ്റ പ്രാവശ്യം കൊണ്ട് ഞാൻ ചോദിക്കുള്ളൂ, എന്നോട് കോപിക്കരുതേ, ഞാനിങ്ങനെ സംസാരിക്കാൻ മുതിർന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറയുന്നത്. ഈ അതേസമയം അതാ ഡിപ്ലോമസി എന്ന് പറയുന്നത് സത്യസന്ധതയില്ലായ്മയല്ല, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവത്തെ സുഹൃത്തിനെ പോലെ കണ്ടിട്ടാണ്, യാഹ്വേയുടെ മുമ്പിൽ സുഹൃത്തിനെ പോലെ സ്നേഹിതനെ പോലെയാണ് പെരുമാറുന്നത്. ഈ സംഭാഷണത്തിൽ അബ്രഹാമിൻ്റെ സംഭാഷണത്തിൽ മനസ്സൂന്നിയാൽ നമുക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ മനസ്സിലാകും. ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം. നന്മയോ തിന്മയോ കണ്ടില്ലെന്ന് നടിക്കുന്നവനല്ല ദൈവം. നന്മയോ തിന്മയോ കണ്ടില്ലെന്ന് നടിക്കില്ല. ദൈവത്തിൻ്റെ ഈ നീതിയാണ് ഒരു വശത്ത്. ദൈവത്തിൻ്റെ നീതി, അതായത് നന്മയും തിന്മയും കാണാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. നന്മ ചെയ്യുന്നവരുണ്ട്, തിന്മ ചെയ്യുന്നവരുണ്ട്. ഈ നന്മ ചെയ്യുന്നവരെ തിന്മ ചെയ്യുന്നവരുടെ അക്രമത്തിൻ്റെ ഇരകളാണ്. അപ്പോൾ ഈ നന്മ ചെയ്യുന്നവരാണ് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നത്. അവരുടെ അപേക്ഷ കേൾക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റുമോ? അക്രമികളോട് ക്ഷമിക്കണം, സ്നേഹം ക്ഷമയൊക്കെ വേണം. പക്ഷേ നീതിക്ക് വേണ്ടി കരയുന്നവരോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ? കായൻ വഹിക്കാന്നാലും വലുതാണെന്ന് ശിക്ഷ എന്നൊക്കെ പറഞ്ഞപ്പോഴും ദൈവം കായനാണ് എന്താ പറഞ്ഞത്? നിന്റെ സഹോദരൻ്റെ രക്തം നീതിക്ക് വേണ്ടി എന്നെ നിലവിളിച്ച് കരയുന്നു. നിന്റെ സഹോദരൻ്റെ രക്തം, സഹോദരൻ ആബേലിൻ്റെ രക്തം നീതിക്ക് വേണ്ടി എന്നെ വിളിച്ച് കരയുന്നു. ഞങ്ങൾക്കിത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നീതിക്ക് വേണ്ടി വിളിച്ച് കരയുന്ന പാവപ്പെട്ട കുറേ മനുഷ്യരുണ്ട്, സാധാരണ വിശ്വാസികൾ. അവരുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവം നീതിമാനാണ്. ദൈവത്തിന് നീതിയാണ് ഒരു വശത്ത്. മറുവശത്ത് നീതിയുള്ള ഏതാനും പേരുണ്ടെങ്കിൽ അവരെ പ്രതി ദുഷ്ടരോടും ക്ഷമിക്കാനുള്ള ദൈവത്തിൻ്റെ കാരുണ്യം. നീതിയുള്ള ഏതാനും പേരുണ്ടെങ്കിൽ അവരെ പ്രതി ദുഷ്ടന്മാരോടും ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. പൗലോസിലേക്ക് പിന്നീട് പറയുന്നുണ്ട്, ഈ ഭാര്യയുടെ വിശുദ്ധിയെ പ്രതി ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടും. നല്ല ഭാര്യയുടെ പുണ്യത്തിലൂടെ ദുഷ്ടനായ ഭർത്താവ് നീതീകരിക്കപ്പെടും. എന്തൊരു വലിയ കാര്യം പറയണം നോക്കി. ഭാര്യ വിശുദ്ധിയായി ജീവിച്ചാൽ ഭർത്താവ് വഷളനാണെങ്കിലും അയാൾ നീതിവൽക്കരിക്കപ്പെടുന്നതാണ്. അപ്പം നമ്മുടെ പുണ്യത്തെ എന്തുമാത്രം, നമ്മുടെ നീതിയെ പുണ്യത്തെ എന്തുമാത്രം വിലപ്പെട്ടതായിട്ടാണ് ദൈവം കാണുന്നത്. ഭർത്താവിൻ്റെ പുണ്യത്തിലൂടെ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടും, ഭാര്യയുടെ പുണ്യത്തിലൂടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടും. 1 കൊരിന്ത്യർ 7:14 എൻ്റെ ഓർമ്മ. ഈ സോതോമിന് നേരെ ദൈവത്തിന് നീതി പതിക്കുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണും, ഉൽപ്പത്തി 19:24. അതേസമയം ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ ദൈവത്തിന് കാരുണ്യം ചൊരിയുന്നുണ്ട്. ഉൽപ്പത്തി 19:16. ലോത്ത് ഓടിപ്പോയ ചെറു പട്ടണത്തിന് മേൽ ദൈവത്തിൻ്റെ കരുണ പതിക്കുന്നുണ്ട്. ഉൽപ്പത്തി 19:21-22.
ലോത്തിൻ്റെ ഭാര്യയുടെ മേൽ ദൈവത്തിൻ്റെ നീതി. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയും കാരുണ്യവും ഇങ്ങനെ എന്താ പറയുക, പുട്ടും കടലും ഇട്ടു അല്ലേ എന്ന് പറയുന്ന പോലെ, അല്ല, പുട്ടും പീരയും അല്ലേ, തേങ്ങയിട്ടു, പിന്നെ അരിപ്പൊടി ഇട്ടു, അങ്ങനെയുള്ള ആ തരത്തിലാണ് ദൈവത്തിൻ്റെ നീതിയും കാരുണ്യം പോകുന്നത്. പിന്നീട് ഈ നീതിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നീതിമാനായിരിക്കുകയും മനുഷ്യരുടെ കാരുണ്യം കാണിക്കാൻ വേണ്ടിയാണ് തൻ്റെ പുത്രൻ അയച്ച് മനുഷ്യരുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം പുത്രൻ തന്നെ വഹിച്ചത്. അപ്പോൾ നീതി അവിടെ ഇല്ലാതായിട്ടില്ല. ദൈവം നീതിമാനായിരിക്കണം, എന്നാൽ കാരുണ്യം കാണിക്കും വേണം. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ മനുഷ്യനായി. എന്നിട്ട് മനുഷ്യരുടെ അക്രമത്തിൻ്റെ ശിക്ഷയായ മരണം അവൻ തന്നെ അങ്ങ് ഏറ്റുവഹിച്ചു. അവൻ തന്നെ ആവാഹിച്ചു കുടിച്ചെടുത്തു, വലിച്ചെടുത്തു. ഇതാണ്. അപ്പോഴും നീതി ഇല്ലാതായിട്ടില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാമായിരുന്നു. ദൈവം മനുഷ്യനാക്കേണ്ട കാര്യമില്ലായിരുന്നു. അവൻ കുരിശിൽ മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ നീതിയുടെ ഭാഗമാണ്. അപ്പോൾ അവൻ്റെ നീതി കാരുണ്യമായി രൂപാന്തരപ്പെട്ടതാണ് കുരിശ്. ഇതേക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കൈക്കെതിരെ തിരിഞ്ഞെന്നൊക്കെ ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകം 11:8 വെളിച്ചത്തിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വേറൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാനാണ് ഇവിടെ. അതാണ് നമുക്ക് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. തന്നോട് ബഹുമാനം കാണിക്കാതെ ഇറങ്ങി പുറപ്പെട്ട തൻ്റെ അനന്തരവൻ ലോത്ത്. അതായത്, നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം, ഞാൻ ഇടത്തോട്ട് പോകുന്ന വലത്തോട്ട് പോകാം. അവൻ വലത്തോട്ട് നോക്കിയപ്പോണ്ട് ദൈവത്തിൻ്റെ ഏദൻ തോട്ടം പോലെ കണ്ട ഭൂമിയാണ് കണ്ടത്. ഇടത്ത് പാറയാണ്. ഈ പ്രായമുള്ള അമ്മാവന് പാറ വിട്ടുകൊടുത്തിട്ട്, തരിശു നിലം വിട്ടുകൊടുത്തിട്ട് ഈ ഏദൻ തോട്ടം പോലെ ആളുടെ സ്ഥലത്തേക്ക് പോയ ചെറുമകനാണ്, അല്ലെങ്കിൽ അനന്തരവനാണ് ലോത്ത്. തന്നോട് ഒരു ബഹുമാനം കാണിച്ചിട്ടില്ല ലോത്ത്. അങ്ങനെ പോയ ലോത്തിൻ്റെ കുടുംബം താമസിക്കുന്ന ആ പട്ടണത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന അബ്രഹാമിൻ്റെ ഉത്കടമായ ആഗ്രഹമാണ് ഈ ദൈവത്തോട് ഇങ്ങനെ വിലപേശാൻ കാരണം. അപ്പോൾ എറണാകുളം അങ്കമാലിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, മറിച്ച് അവർക്ക് കാരുണ്യം കാണിക്കാൻ വേണ്ടി അബ്രഹാമിനെ പോലെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിലപേശണം. നമ്മുടെ അച്ഛന്മാർ, എറണാകുളം അങ്കമാലി അതിരൂപയിലെ അച്ഛന്മാർ കുർബാനയെ അവഹേളിക്കുന്നു, മെത്രാന്മാർ അവഹേളിക്കുന്നു, മാർപ്പാപ്പി അനുസരിക്കുന്നില്ല, മെത്രാൻസിനെ അനുസരിക്കുന്നില്ല. മെത്രാന്മാർ തന്നെയും ഈ വിമതർക്ക് വളഞ്ഞ് പോയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സഭ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവർ, പരിശുദ്ധ സമൂഹത്തെ ധിക്കരിക്കുന്നവർ, കുർബാനയെ അവഹേളിക്കുന്നവർ, കർത്താവിൻ്റെ തിരുവോസിൽ തുപ്പുന്നവർ, ബ്ലേഡും കത്തിയുമായിട്ട് വന്നിട്ട് ദിവ്യകാരണം സ്വീകരിക്കാൻ വരുന്നവർ ആക്രമിക്കുന്നവർ, മൂത്തപ്പരുടെ മുമ്പിൽ കുർബാന അർപ്പിക്കുന്നവർ, ആലഞ്ചേരി പിതാവിനെയും സാന്ദ്രി പിതാവിനെയും കോലം കത്തിച്ചവർ, മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞവർ, ഇങ്ങനെ നമ്മൾ ഈ അടുത്ത കാലത്ത് സീറോ മലബാറിലെ അക്രമം എടുത്താൽ ലോകത്തെ മറ്റേതൊരു പ്രാകൃത സമൂഹത്തെക്കാളും കൂടുതൽ അക്രമം സീറോ മലബാർ സഭയിൽ നടന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആളുകളെയും ദൈവത്തെയും. അപ്പോൾ ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴും അവർക്ക് വേണ്ടി വാദിക്കാൻ നമുക്ക് കുറച്ച് നീതിമാന്മാർ വേണം. അതുകൊണ്ട് അബ്രഹാമിനെ പോലെ ദൈവത്തിന് മുമ്പിൽ വാശി പിടിച്ച് വിലപേശാൻ നമുക്ക് കഴിയട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. എന്താണ് സാധാരണക്കാർ ചെയ്യേണ്ടത്? സാധാരണ വിശ്വാസികൾ ചെയ്യേണ്ടത്? അബ്രഹത്തോട് എന്താ പറഞ്ഞത് ദൈവം? 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ 10 നീതിമാന്മാർ നഗരത്തിനുള്ളിലുണ്ടെങ്കിൽ ആ 10 പേരെ പ്രതി ഞാൻ മൊത്തം നഗരത്തെ നാശത്തിൽ നിന്ന് മാറ്റി നിർത്താം. നഗരത്തിനുള്ളിൽ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ 10 നീതിമാന്മാരെ പ്രതി മൊത്തം നഗരത്തെയും ഞാൻ മാറ്റി നിർത്താം, ചിട്ടയിൽ നിന്ന് മാറ്റി നിർത്താം. നമ്മുടെ ഇടവകയിൽ, ഓരോ ഇടവകയിലും 10 നീതിമാന്മാരുണ്ടെങ്കിൽ, ആ ഇടവകയ്ക്കുള്ളിൽ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ഇടവകയെ ദൈവം തൻ്റെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പോൾ 10 നീതിമാന്മാരെങ്കിലും ഉറപ്പാക്കുക ഓരോ ഇടവകയിലും. നിങ്ങൾ ആ 10 നീതിമാന്മാർ 10എങ്കിൽ 10 ഏകീകൃത കുർബാനയ്ക്ക് മാത്രം പോകുക. അത് ഏത് സമയത്ത് വെച്ചാലും, ഏത് രാത്രിയോ ഉച്ചയ്ക്കോ 3 മണിക്കോ 3:30ക്കോ ഏത് സമയത്ത് വെച്ചാലും നീതിമാന്മാരായിട്ടുള്ള 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ കുർബാനയ്ക്ക് മാത്രം പോകുക. ഈ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച, അതിൽ പങ്കെടുത്താലും കുർബാനക്കടം മാറുമെന്ന് കൊഴുക്കൻ മട്ടിൽ മെത്രാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ കൊള്ളില്ല. മറിച്ച് മെത്രാൻസിനായിട്ട് കൽപ്പിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതും പരിശുദ്ധ സിംഹാസനം അപ്രൂവ് ചെയ്തിട്ടുള്ളതുമായ ആ കുർബാന, ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കുക. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ 10 പേര്. എന്നിട്ട് അത് കഴിയുമ്പോൾ അവർ വികാരിയച്ഛൻ്റെ അടുക്കൽ ചെന്ന്, അച്ചോ, ഈ മാർപ്പാപ്പയെ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏകീകൃത കുർബാന വേണം എന്ന് പറയുക. വളരെ ശാന്തമായിട്ട്, തല്ലിനോ വഴക്കനോ ഒന്നിനും പോകരുത്, ചെന്ന് പറയുക. വികാരിച്ചും കേൾക്കില്ല, പേടിക്കണ്ട, തിരിച്ചു പോരുക. അടുത്ത ഞായറാഴ്ച ഇത് തന്നെ ചെയ്യുക. മറ്റു ദിവസങ്ങളിൽ പോകുന്നെങ്കിലും ചെയ്യുക. ഈ 10 പേര് അവർ സംഘടനയിൽപ്പെട്ടവരാകേണ്ട കാര്യമില്ല, സമരം ചെയ്യാൻ പോകണ്ട, യാതൊന്നും ചെയ്യണ്ട. വികാരിച്ചനെ കണ്ടു പറയാ, അച്ചോ, ഞങ്ങൾക്ക് സഭയുടെ കുർബാന കിട്ടിയാൽ കൊള്ളാം, മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന, സീറോ മലബാർ സഭയുടെ കുർബാന അത് കിട്ടിയാൽ കൊള്ളാം, അത് ഷെഡ്യൂൾഡ് സമയത്ത് വെക്കണം അച്ചോ
എന്ന് പറയുക. ഈ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ പേടിക്കുകയോ ചെയ്യാത്ത, മനുഷ്യരെ ബഹുമാനിക്കുകയോ ചെയ്യാത്തൊരു ന്യായാധിപൻ, ആ ന്യായാധിപൻ അടുക്കലാണ് ഒരു വിധവ എത്രമാത്രം നിസ്സഹായാണെന്ന് നിങ്ങൾക്കറിയാം, എത്രമാത്രം ദൗർബല്യമുണ്ട് അവൾക്കെന്നറിയാം. ആ വിധവ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ആ ന്യായാധിപൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യരെ മാനിക്കുന്നില്ല, പക്ഷേ ഇവളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുത്തില്ലെങ്കിൽ അവൾ ചെരുപ്പൂരി എൻ്റെ മുഖത്തടിക്കും, അതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. ഈ ദൈവത്തെ ഭയപ്പെടാത്ത നമ്മുടെ വികാരിയച്ഛൻ, മനുഷ്യരെ മാനിക്കാത്ത, മെത്രാന്മാരെ മാനിക്കാത്ത നമ്മുടെ വികാരിയച്ഛൻ, എന്നാലും നമ്മൾ ഈ വിധവയെ പോലെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന് മാറ്റം വരും. അപ്പോൾ ഓരോ ഇടവകയിലും 10 നീതിമാന്മാരെങ്കിലും ഉറപ്പാക്കുക എന്നുള്ളതാണ് അബ്രഹാമിനെ പോലെ അബ്രഹാമിൻ്റെ സന്തതികളായ നമ്മുടെ ഉത്തരവാദിത്വം. വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ് അബ്രഹാം. നമ്മൾ വിശ്വാസികളാണ്, സത്യവിശ്വാസികളാണ്. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ആ നഗരത്തിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 10 പേരുണ്ടെങ്കിൽ നഗരത്തെ മൊത്തം ഞാൻ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തും. 10 പേരില്ലെങ്കിലോ വ്യക്തികളെ ഞാൻ രക്ഷിക്കും, പക്ഷെ നഗരത്തെ നശിപ്പിക്കും. അപ്പോൾ ഓരോ ഇടവകയിലും അബ്രഹാമിനെ പോലെ ഓരോ ഇടവകയിലും 10 നീതിമാന്മാരെ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ആ 10 നീതിമാന്മാരുണ്ടെങ്കിൽ അവർ ഏകീകൃത കുർബാനയിൽ മാത്രം പങ്കെടുക്കുക. ഏകീകൃത കുർബാനയ്ക്ക് മുമ്പോ പിമ്പോ വികാരിച്ചിനെ കണ്ട് വിധവ ഈ ദൈവഭയമില്ലാത്ത ന്യായാധിപനെ മുട്ടുകുത്തിച്ചതുപോലെ ചെന്ന് പറയുക, അച്ചോ ഞങ്ങൾക്ക് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന വേണം, മെത്രാൻസരുടെ അംഗീകരിച്ച കുർബാന വേണം എന്ന് പറയുക മാത്രം ചെയ്യുക. എന്നിട്ട് പോരുക. എല്ലാ ദിവസവും ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ചെയ്യുക. ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം ചെയ്യേണ്ട ബാക്കിയെല്ലാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.